മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഹൈക്കോടതി അഭിഭാഷകയുമായ ജിസ്മോൾ ഏറെ കുറച്ചു കാലമെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന മുത്തോലി പഞ്ചായത്ത് ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജിസ്മോൾക്കൊപ്പം അന്ന് പ്രവർത്തിച്ചവരാണ് എനിക്കിപ്പോൾ ഉള്ളത്. അന്നത്തെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. എങ്ങനെയായിരുന്നു ജിസ്മോളുടെ പെരുമാറ്റം, എന്തായിരുന്നു ജിസ്മോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് ചോദിക്കാം. വളരെ പെട്ടെന്നാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലേ? സംഭവമായിരുന്നു. കാരണം വെച്ചാൽ നമ്മളൊക്കെ വളരെ ഞെട്ടലോടെ ആണ് ഇത്. കാരണം ആദ്യമേ പേര് മാറിപ്പോയി, ജെസ്സി മോൾ എന്നങ്ങാണ്ട് പറയപ്പോൾ ഞങ്ങൾക്ക് ജിസ്മോൾ ആയിരിക്കില്ല എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്. കാരണം പക്ഷേ അത് ജിസ്മോൾ തന്നെയായിരുന്നു. 2 കുട്ടികളും മരിച്ചു എന്ന് പറഞ്ഞു. വളരെ ഞെട്ടലോടുകൂടി തന്നെ അത് കേട്ടു. കാരണം വെച്ചാൽ ഒരു 2 വർഷക്കാലം ജിസ്മോളുമായിട്ട് ഒരുമിച്ച് പഞ്ചായത്തിൽ 2-2.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ അഡ്വക്കേറ്റായിരുന്നു. ഇപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അന്ന് പ്രസിഡന്റ് കൂടി ആയിരുന്നല്ലേ താങ്കൾ? വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണോ പ്രസിഡന്റ്? എങ്ങനെയായിരുന്നു ജിസ്മോള്? ജിസ്മോള് പഞ്ചായത്ത് കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഇടപെടൽ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ പാർട്ടിപരമായ കാര്യങ്ങളിലുമൊക്കെ അവിടെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആളുകളൊക്കെ ആയിട്ടും എല്ലാ ദിവസവും പഞ്ചായത്ത് വരികയും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴാണെങ്കിലും അഭിഭാഷകയായിട്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? നമ്മുടെ ഭാഗത്ത് നമ്മളോട് അങ്ങനെ പേഴ്സണലി അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഞാനുമായിട്ടുണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു താങ്കൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ഉടനെയാണ് അല്ലേ? അന്ന് എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജിസ്മോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. പഞ്ചായത്തിലാണെങ്കിലും അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നല്ലൊരു സൗഹൃദമുള്ള ഒരു പെൺകൊച്ചായിരുന്നു. ഇങ്ങനെ ഇപ്പം നമുക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്തയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ജിസ്മോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവേണ്ടതല്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കും മനസ്സിലാകുന്നില്ല. ഈ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവും, ഈ വീട്ടമ്മമാര് ആത്മഹത്യ ചെയ്യുന്നു കുട്ടികളുമായിട്ടെന്നൊക്കെ ഉള്ളത് എല്ലാ ദിവസവും. ഇന്നലെയും വേറെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഒരു ഞെട്ടൽ ഇതാണ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാൾ ഹൈക്കോടതി അഭിഭാഷകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു ബോൾഡായി പ്രവർത്തിക്കുന്ന ആളെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് പിന്നെ അതിൻ്റെ കാരണങ്ങൾ മാനസികമായിട്ട് അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കും. അത് ആരുമായിട്ട് ഷെയർ ചെയ്തതായിട്ട് ആരും പറയുന്നില്ല. എന്താ ഏട്ടാ അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ജിസ്മോൾ ആ തരത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ള ഒരാളല്ല ജിസ്മോളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഈ 3 തരത്തിലുള്ള അറ്റംപ്റ്റ് ഉണ്ടായെന്നാണല്ലോ നമ്മളിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അത് വളരെ വല്ലാതെ വേദനിപ്പിച്ച് എന്തെങ്കിലും ഒരു സംഭവം. നിങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളല്ലേ? ഒരിക്കലുമല്ല. നമ്മളുമായിട്ട് പെരുമാറുമ്പോൾ വളരെ സന്തോഷവും വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അതന്നെ എല്ലാവരുടെയും ചോദ്യം, എന്താണ് കാരണം എന്നുള്ള സംശയങ്ങളാണ്. കാരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വെച്ചാൽ കുടുംബ പ്രശ്നം ഒക്കെയാണ് ഇപ്പം വെളിയിൽ വരുന്നത്. പല പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. നമ്മൾ ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റംപ്റ്റ് നടത്തി. എന്നിട്ടും ആണ് ലാസ്റ്റ് പേരൂരാറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആയിട്ട് ചാടുന്നത്. അപ്പം അതുപോലെ ഹർട്ട് ചെയ്താൽ അതുപോലെ ഒത്തുകൊണ്ടുണ്ടാക്കിയ സംഭവം ആ വീട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും ബോൾഡായിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെ ബോൾഡായ ഒരാൾ ആത്മഹത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവർക്കില്ല. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അവരുടെ ഫാമിലി അച്ഛനും ഒക്കെ, അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛനുമായിട്ട് നല്ല ആങ്ങളമാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്. അച്ഛൻ്റെ കല്യാണത്തിനൊക്കെയും ഇവരുടെ മുൻകൈ എടുത്തിരുന്നു. പക്ഷേ അവരുടെ കല്യാണം കഴിച്ച് വിട്ട ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിഗമനം. ഈ ലാസ്റ്റ് വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? താങ്കളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഈ മുത്തോലിയിൽ SBI ലീഗൽ അഡ്വൈസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനൽ, ബാങ്കിൻ്റെ. അപ്പോൾ ആ പാനലിൽ കിട്ടണമെങ്കിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് പറയണം. അപ്പം നമ്മുടെ പാർട്ടിയുടെ സംവിധാനം വെച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ രഞ്ജിത്ത് ചേട്ടാ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചിരുന്നത്. സഹോദരനെ പോലെയാണ്. തീർച്ചയായിട്ടും സഹോദരനെ പോലെയായിരുന്നു. കാരണം പലതവണ വിളിക്കാറുണ്ടായിരുന്നു. പാലായിൽ ഓഫീസ് ഇട്ടപ്പോൾ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായപ്പോൾ വിളിച്ചിരുന്നു. അങ്ങനെ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു നമ്മൾ കേട്ടപ്പോൾ വളരെ നമുക്ക് ഞെട്ടലായിപ്പോയി. നിങ്ങളോട് ഒരു പിന്നീട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു?
ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം വിളിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. ഓഫീസ് തുറന്നപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഓഫീസിൽ ചെല്ലണമെന്നും ഒക്കെ പറഞ്ഞിരുന്നതാണ്. രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആളുടെ പ്രവർത്തനം? രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ പഞ്ചായത്തുമായിട്ട് വിട്ടതിന് ശേഷമുള്ള വലിയ രാഷ്ട്രീയം നടത്തിയതായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് പാർട്ടിയോട് വളരെ കൂറുള്ള ഒരു പെൺകൊച്ചായിരുന്നു. ഇത് കൂടുതൽ അന്വേഷണം ഉണ്ടാവണമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? കാരണം തീർച്ചയായിട്ടും നമുക്ക് അന്വേഷണം ഉണ്ടാവണം. അത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഇത് എന്തായാലും ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ചൊരു വിഷയമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് അതിൻ്റെ രീതിയിൽ ന്യായമായ രീതിയിൽ അത് കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ആ കുറ്റം എന്താണെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭരണസമിതി ഒന്നാകെ, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമായിരുന്നു. എന്തായാലും അതാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് പോലെ എല്ലാവർക്കും വലിയ ഞെട്ടലാണ്. എന്താണ് ജിസ്മോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് അതവിടെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം അത്രയും ആക്റ്റീവായ അത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് നഷ്ടമായിരിക്കുന്നത്. സമൂഹത്തിന് കൂടി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സമൂഹത്തിൻ്റെ കൂടി ഒരു പ്രധാനപ്പെട്ട നഷ്ടമായി തന്നെ കരുതേണ്ടി വരും. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ആ നിലയിൽ ഉണ്ടാകണം എന്ന് പഞ്ചായത്തും ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമൊക്കെ ഒരേപോലെ പറയുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ആവശ്യപ്പെടുകയാണ്. മുത്തോലി പഞ്ചായത്തിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.